മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. മൈസൂർ മസാല ദോശയാണ് നമ്മളിവിടെ നിന്ന് വാങ്ങിയത്. നല്ല മൊരിഞ്ഞ കിടിലം മൈസൂർ മസാല ദോശ, കറികളായി സാമ്പാറും വെള്ളച്ചമ്മന്തിയും ചുവന്ന ചമ്മന്തിയും നമ്മൾ വളരെ ആസ്വദിച്ചു കഴിച്ചു. ഫിൽറ്റർ കോഫിയുടെ രുചി ഇഷ്ടപ്പെട്ടു. സെൽഫ് സർവീസ് ആണ്, അതായത് നമ്മൾ തന്നെ പോയി എടുത്തുകൊണ്ടുവന്ന് കഴിക്കണം. രാവിലെ 7 മണി മുതൽ രാത്രി 10-11 മണി വരെയാണ് സമയമെങ്കിലും ഉച്ചയ്ക്ക് നിലവിൽ ആഹാരമില്ല. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ ആഹാരം കഴിയും. പിന്നെ വൈകുന്നേരം 5:30 മുതലാണ് വീണ്ടും ഇവിടെ സജീവമാകുന്നത്. ഉച്ചയ്ക്ക് മിനി മീൽസ് കൊണ്ടുവരാനുള്ള പദ്ധതിയുണ്ട്. എണ്ണ പാം ഓയിലാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അന്നുള്ള എണ്ണ മാറ്റാറുണ്ടെന്നാണ് പറഞ്ഞത്. ദോശ, ഇഡ്ഡലി, പൂരി എന്നിവ ലൈവായി കടയിൽ തന്നെയാണ് തയ്യാറാക്കി നൽകുന്നത്. കറികൾ തുടങ്ങി ബാക്കിയുള്ളവ നേരത്തെ തയ്യാറാക്കി കടയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട് തെങ്കാശി സ്വദേശി ശ്രീ രാധാകൃഷ്ണന്റേതാണ് ഈ രുചിയിടം. തിരുവനന്തപുരത്ത് വഴുതക്കാട് നിന്ന് പൂജപ്പുരയിൽ പോകുന്ന വഴി ആകാശവാണി എത്തുന്നതിന് മുമ്പായി ഇടത് ഭാഗത്ത് യൂണിയൻ ബാങ്കിന് മുന്നിലായി വരും ഈ ഭക്ഷണയിടം. എതിർവശത്തായി ഓട്ടിസം തുടങ്ങിയ വിഭാഗങ്ങൾക്കായിട്ടുള്ള പുനരധിവാസ ഗവേഷണ കേന്ദ്രമായി ദ ആർട്ടിസം സ്റ്റുഡിയോ ആൻഡ് സ്കൂളും കാണാം. 3 റൗണ്ട് ടേബിളും അല്ലാതെ ഒരു നീണ്ട ടേബിളും, ഓരോന്നിനും 4 പേർക്ക് വീതം നിന്ന് കഴിക്കാം. ദ കാഞ്ചീപുരം കഫേ തുടങ്ങിയിട്ട് 1 വർഷമായേ ഉള്ളൂവെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥയിലുള്ള വസന്ത വിഹാർ ഓഫ് കമ്പനീസ് തിരുവനന്തപുരത്ത് കാറ്ററിംഗ് രംഗത്ത് വന്നിട്ട് 15 വർഷമായി. കല്യാണം തുടങ്ങിയ ചടങ്ങുകൾക്ക് വെജിറ്റേറിയൻ കാറ്ററിങ്ങിനായി ഇവരെ സമീപിക്കാവുന്നതാണ്. പേരുകളിൽ ചില വ്യത്യസ്തതകളോടുകൂടി തൃശ്ശൂരും എറണാകുളത്തും കാറ്ററിംഗ് രംഗത്ത് ഈ ടീം പ്രവർത്തിക്കുന്നുണ്ട്.